ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പുരുഷന്മാര് സ്ത്രീകൾക്ക് എല്ലാ വർഷവും ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ളൊരു 4 കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ 4 കാര്യങ്ങൾ എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ പെൺകുട്ടികളാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ പാർട്ട്ണർക്ക് അയച്ചു കൊടുത്തു. കാരണം ഇത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബർത്ത്ഡേ ആണ്. അതായത് എല്ലാ സ്ത്രീകൾക്കും അല്ലെങ്കിൽ പെൺകുട്ടികൾക്കും അവരുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ബർത്ത്ഡേ കഴിയുമ്പോഴും അവർ അടുത്ത വർഷം എൻ്റെ ബർത്ത്ഡേ ഏത് ദിവസമാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് കലണ്ടറിലൊക്കെ പോയിട്ട് ഡേറ്റ് നോക്കുന്നവരാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്ത്രീയുടെ ബർത്ത്ഡേയുടെ അന്ന് നിങ്ങൾക്ക് കേക്ക് വാങ്ങിക്കൊടുക്കാം, അല്ലെങ്കിൽ അന്നത്തെ ദിവസം അവരെ പുറത്ത് കൊണ്ടുപോയിട്ട് ഫുഡ് വാങ്ങിക്കൊടുക്കാം, അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റുകളൊക്കെ വാങ്ങിക്കൊടുക്കാം. മാക്സിമം അവളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അന്ന് ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ അവളുടെ ബർത്ത്ഡേ നിങ്ങൾ ഓർത്തിരിക്കുകയും സർപ്രൈസസ് ആയിട്ട് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൾക്ക് നിങ്ങളോടുള്ള ഒരു ലവും അഫക്ഷനും ഒക്കെ കൂടാൻ വേണ്ടി ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബർത്ത്ഡേ ആയിരുന്നു. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്നത് വേറെയൊന്നുമല്ല, ട്രിപ്പാണ്. യാത്രകള് ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ അവരെ ട്രിപ്പ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാക്സിമം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രിപ്പുകളും കാര്യങ്ങളും മാത്രം നിങ്ങൾ പ്ലാൻ ചെയ്താൽ മതി. ഒരിക്കലും ഇല്ലാത്ത പൈസ കടം വാങ്ങിയിട്ട് ട്രിപ്പ് പോകണമെന്നോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രിപ്പ് പോകണമെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ കയ്യിൽ എത്ര പൈസയാണോ ഉള്ളത് അതനുസരിച്ചിട്ടുള്ള ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ട്രിപ്പൊക്കെ കൊണ്ടുപോകുന്നതും അവർക്ക് ഇഷ്ടമുള്ള ഫുഡും ഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങിക്കൊടുക്കുന്നതും ഒക്കെ അവർക്ക് നിങ്ങളോടുള്ള ഒരു സ്നേഹവും കരുതലും ഒക്കെ കൂട്ടാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രിപ്പ് കൊണ്ടുപോകലാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയട്ടെ, വേറെ ഒന്നുമല്ല. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നതാണ്, എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളൊരു കുഞ്ഞ് ഹേർട്ടെങ്കിലും കമൻറ്റ് ഇടാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണേ. കാരണം നിങ്ങളുടെ ഒരു കുഞ്ഞു കമൻറ്റും എനിക്ക് വലിയൊരു മോട്ടിവേഷനാണ്. ചിലർ ഓർക്കും ഈ കമൻറ്റിലൊക്കെ എന്തിരിക്കുന്നു എന്ന്, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഓരോ കുഞ്ഞു കമൻറ്റ് കാണുമ്പോഴും നമ്മുടെ മനസ്സിന് ഭയങ്കരമായിട്ട് സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് എന്തെങ്കിലും കമൻറ്റ് ഇടാൻ. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു കമൻറ്റ് ഇട്ടോ, ഇപ്പം തന്നെ ഇട്ടോ. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ പോയിന്റിലേക്ക് പോകാം. അത് വേറെ ഒന്നുമല്ല, ഫ്രണ്ട്സ് മീറ്റപ്പാണ്. അതായത് വർഷത്തിൽ ഒന്നൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു വൈഫ് അവരുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള മീറ്റപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യും. ഒട്ടുമിക്ക പുരുഷന്മാരും അതിനൊക്കെ നേരത്തെ സമ്മതിക്കും. അതായത് അതിൻ്റെ തൊട്ടു മുമ്പൊക്കെ സമ്മതിക്കും. എന്നിട്ട് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും അവർ പറയും, ഓ നീ അന്ന് പോവേണ്ട, അന്ന് നമുക്ക് അവിടെ പോകാനുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി നാട്ടിൽ വരുന്നുണ്ട്, നീ ഇന്ന് പോവേണ്ട എന്ന് പറഞ്ഞിട്ട് മാക്സിമം അവരെ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ബ്ലോക്ക് ചെയ്യല്ല നിങ്ങൾ ചെയ്യേണ്ടേ. വർഷത്തിൽ ഒന്നൊക്കെ ആയിരിക്കുമല്ലോ അവരിങ്ങനെ മീറ്റപ്പും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത്. ആ ഒരു ദിവസം നിങ്ങളായിട്ട് മുൻകൈ എടുത്തിട്ട് അവരെ പറഞ്ഞു വിടാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അന്നത്തെ ദിവസം അവർ പോകുന്ന ആ ഒരു ദിവസം നിങ്ങൾക്ക് അവർക്ക് പുതിയ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മേക്കപ്പ് സാധനങ്ങൾ വേണമെങ്കിൽ അത് വാങ്ങിക്കൊടുക്കാം, ബാഗ് ചെരുപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് നിങ്ങൾക്ക് മുൻകൈ എടുത്തിട്ട് അവരെ അതിനെ പറഞ്ഞു വിടാവുന്നതാണ്. അവരും പോയിട്ട് ഒന്ന് എൻജോയ് ഒക്കെ ചെയ്യട്ടെ. അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഒരു സ്ത്രീക്ക് നിങ്ങളോട് ബഹുമാനം കൂടുകയും അതേപോലെ തന്നെ അവൾക്ക് നിങ്ങളോട് സ്നേഹം കൂടാനും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് അവർ ഫ്രണ്ട്സ് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു മീറ്റപ്പുകളും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരതിന് പൊക്കോട്ടെ. നിങ്ങളായിട്ട് അവരെ അതിനെ പറഞ്ഞു വിടുക. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. അപ്പോൾ കമന്റിന്റെ കാര്യം ആരും മറന്നില്ലല്ലോ. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷോപ്പിംഗ് ആണ്. അതായത് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പൊതുവെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ഷോപ്പിങ്ങിന് പോകുക എന്ന് പറയുന്നത്. അതിപ്പോൾ വീടിന്റെ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് എന്തെങ്കിലും ഒരു കുഞ്ഞു സാധനം വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടാലും അവർ ഹാപ്പി ആയിരിക്കും അല്ലേ? അതേപോലെ തന്നെയാണ് ഈ ഷോപ്പിങ്ങിന് കൊണ്ടുപോകുന്നത്. ചിലരുണ്ട്, വൈഫ് ലിസ്റ്റ് എഴുതി കൊടുക്കണം സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഈ ലിസ്റ്റുമായിട്ട് അവർ പോവും, വാങ്ങിക്കൊണ്ട് വരും. വൈഫ് അപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അവരെയും കൂടി കൂട്ടിക്കൊണ്ടു പോയിട്ട് നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സ്ത്രീകളുണ്ടാവുമല്ലോ, അതായത് ജോലിക്കൊന്നും പോകാതിരിക്കുന്നവര്,
അവരെയാണ് നിങ്ങൾ മാക്സിമം ഇങ്ങനെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുപോവേണ്ടത്. ജോലിയുള്ളവരെ കൊണ്ടുപോകേണ്ട എന്നല്ല പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ മുഷിച്ചില്ല വീട്ടിൽ തന്നെ ഇരിക്കുന്നവർക്കായിരിക്കുമല്ലോ. ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അവരെന്നും പുറത്തു പോകുന്നവരാണ്. അവർക്ക് അത്രയ്ക്കൊരു മുഷിച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അവരെയും കൊണ്ടുപോകേണ്ട എന്നല്ല. കാരണം ഹസ്ബൻഡിന്റെ കൂടെ പോകുന്നതായിരിക്കും എല്ലാ സ്ത്രീകൾക്കും ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം. നിങ്ങൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന, അതായത് ജോലിക്കൊന്നും പോകാതിരിക്കുന്ന നിങ്ങളുടെ വൈഫിനെ ഒക്കെ മാക്സിമം ഒരു മാസത്തിൽ ഒന്നെങ്കിലും ഒന്ന് പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, അതായത് ഇപ്പോൾ ഫുഡോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അവർക്ക് വാങ്ങിക്കാനുണ്ടാവുമല്ലോ, അതൊക്കെ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ 4 കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സ്ത്രീക്ക് നിങ്ങളോട് സ്നേഹവും അഫക്ഷനും ഒക്കെ കൂടാനും നിങ്ങൾക്ക് അതേപോലത്തെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ 4 കാര്യങ്ങളും എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതൊന്നും അറിയില്ലാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ അതാ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.